പശുവിനെ വിറ്റ് വഞ്ചിച്ചു എന്ന് ആരോപിച്ച് തർക്കങ്ങൾ ഉണ്ടാകുന്നത് നാട്ടിൻപുറങ്ങളിൽ പതിവായിരുന്നു ഒരു കാലത്ത്. എന്നാൽ ഓൺലൈൻ വഴി പശുവിനെ വിറ്റ് തട്ടിപ്പ് നടത്തിയെന്നത് പുതിയ കാര്യമാകും. എങ്കിൽ അതും സംഭവിച്ചു കഴിഞ്ഞു. കണ്ണൂരിലെ റഫീഖിനാണ് ഓൺലൈൻ വഴി പശുവിനെ വാങ്ങാൻ ശ്രമിച്ച് 1 ലക്ഷം രൂപ നഷ്ടമായിരിക്കുന്നത്. CBI, ഇൻകം ടാക്സ്, ED, നാഷണൽ ഏജൻസികളുടെ പേരിൽ നടക്കുന്ന തട്ടിപ്പുകളെക്കുറിച്ച് ഏറെക്കുറെ എല്ലാവരും ബോധവാന്മാരായി തുടങ്ങിയപ്പോൾ കളം മാറി കളിക്കുകയാണ് തട്ടിപ്പുകാർ. ഏറ്റവും ഒടുവിൽ ഓൺലൈനായി പശുവിനെ വിറ്റുവരെ തട്ടിപ്പ് നടക്കുകയാണ്. ഓൺലൈനായി പശുവിനെ വാങ്ങിയ കണ്ണൂർ ചാലോട് കുമ്മാനം സ്വദേശി റഫീഖിന് നഷ്ടമായത് 1 ലക്ഷം രൂപയാണ്. ജിത്തു റവല്യൂഷണറി ഫാർമർ എന്ന യൂട്യൂബ് ചാനലിൽ കണ്ട വീഡിയോയാണ് തട്ടിപ്പുകാരുടെ കെണിയിലേക്ക് റഫീഖിനെ എത്തിച്ചത്. ആറളത്ത് പശുഫാം നടത്തിയ റഫീഖ് ഫാം വിപുലീകരണവുമായി മുന്നോട്ട് പോകുന്നതിനിടെയാണ് കൂടുതൽ പാൽ ലഭിക്കുന്ന ആദായകരമായ പശുക്കളെക്കുറിച്ച് ചാനലിലെ വീഡിയോകൾ കാണുന്നത്. വീഡിയോയിൽ പറഞ്ഞ നമ്പറിൽ ബന്ധപ്പെട്ടു. പശുക്കളുടെ ചിത്രങ്ങളും വീഡിയോകളും തട്ടിപ്പ് സംഘം വാട്സാപ്പിൽ കൈമാറി. ആനിമൽ വെൽഫെയർ ബോർഡ് ഓഫ് ഇന്ത്യയുടെ പേരിലുള്ള സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ്, പാൻ കാർഡ്, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ എല്ലാം റഫീഖിന് അയച്ചു നൽകി. ഇതോടെ പൂർണ്ണ വിശ്വാസവും പിടിച്ചുപറ്റി. 10 പശുക്കളും 2 എരുമകളും വാങ്ങാൻ തീരുമാനിച്ച റഫീഖിനോട് ആകെ തുകയായി പറഞ്ഞത് 5,60,000 രൂപ. 1 ലക്ഷം രൂപ അഡ്വാൻസ് നൽകാൻ ആവശ്യപ്പെട്ടു. ഇത് നൽകിയതിന് പിന്നാലെ പശുക്കളെ ലോറിയിൽ കയറ്റിയ വാഹനത്തിന്റെ വീഡിയോ വാട്സാപ്പിൽ അയച്ചു നൽകി. വാഹനത്തിൽ GPS ഘടിപ്പിച്ചിട്ടുണ്ടെന്നും ട്രാക്ക് ചെയ്യുമെന്നും വിശ്വസിപ്പിച്ച തട്ടിപ്പുകാർ വാഹനം ബജ്രംഗ് ദളിന്റേതാണെന്നും വഴിയിൽ ഒരു പരിശോധനയും ഉണ്ടാകില്ലെന്നും वीडियोയിൽ ഉറപ്പ് നൽകി. ये बजरंग दल का गाड़ी होता है, गौशालाओं के लिए स्पेशल होता है ये गाड़ी, क्या इसमें GPS वगैरह इनका होता है जो पुलिस प्रशासन और बजरंग दल से किया जाता है, तो GPS मैनेज कर लेना, कभी कभार दिक्कत आ जाता है. ഇതുവരെ ഒരു സംശയവും തോന്നാതെ കരുക്കൾ നീക്കിയ സംഘം തനി രൂപം പുറത്തെടുക്കുകയായിരുന്നു. പിന്നീട് 70,000 രൂപ കൂടി അയക്കാൻ ആവശ്യപ്പെട്ടു. സംശയം തോന്നിയതോടെ റഫീഖ് പറ്റില്ലെന്ന് പറഞ്ഞു. ഇതോടെ ഭീഷണിയായി. ആ നമ്പർ വരുന്നത് ആ സ്വിച്ച് ഓഫ് ആക്കി. 2 ദിവസം കഴിഞ്ഞ ശേഷം സ്വിച്ച് ഓഫ് ആക്കി. ഇപ്പോൾ പുതിയൊരു നമ്പർ ഇപ്പോൾ അവർ ഓടുന്നുണ്ട്. ഇതേ ആൾ തന്നെ ഇതേ പിന്നെ ആധാർ കാർഡ്, ഇതേ പാൻ കാർഡ് ഇതെല്ലാം വെച്ചിട്ട് വേറൊരു ഫോണിനെ കൂടി ഞാൻ വിളിച്ചു. വേറെ ആളെ കൊണ്ട് വിളിപ്പിച്ച് ഇന്ന് പശുവിനെ കൊണ്ടുവന്നിട്ട് സംസാരിച്ചിട്ട് അവർ ഫോട്ടോ ഇതേ കാര്യങ്ങൾ ഇതെല്ലാം അയച്ചു കൊടുത്തു. അഡ്വാൻസ് ആക്കി കയറ്റി വിടാന്ന് പറഞ്ഞു. വഞ്ചിക്കപ്പെട്ടെന്ന് മനസ്സിലായതോടെയാണ് റഫീഖ് പോലീസിൽ പരാതി നൽകിയത്. മട്ടന്നൂർ പോലീസും കണ്ണൂർ സൈബർ പോലീസിലും നൽകിയ പരാതിയിൽ അന്വേഷണം തുടരുകയാണ്. നേരത്തെ ബന്ധപ്പെട്ടിരുന്ന ഫോൺ നമ്പർ 3 ദിവസങ്ങളായി സ്വിച്ച് ഓഫ് ആണ്. അതേസമയം യൂട്യൂബ് ചാനലിൽ മറ്റൊരു നമ്പർ നൽകി പുതിയ വീഡിയോകൾ ഇപ്പോഴും പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ന്യൂസ് മലയാളം, കണ്ണൂർ.